അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഫിറ്റിംഗ് ഓഫ് സെക്കൻഡ് ഡിഗ്രി പരാബോള y is equal to a plus bx plus cx square using least square method. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എന്തായിരുന്നു? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫിറ്റിംഗ് എ സ്ട്രെയിറ്റ് ലൈൻ, അതായത് സ്ട്രെയിറ്റ് ലൈൻ ഒരു കുറേ ഡേറ്റാസ് തന്നാൽ അതിൽ നമ്മൾ എങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈനിനെ ഫിറ്റ് ചെയ്യും അല്ലേ? ഒരു ഗ്രാഫ് വന്നിട്ട് ആ ഗ്രാഫിൽ കുറേ ഡേറ്റാ പോയിൻറ്റ്സ് ഉണ്ട്, അതായത് ഒരുപാട് പോയിൻറ്റ്സ് ഉണ്ട്. ആ പോയിൻറ്റ്സിലൂടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ എങ്ങനെ ഫിറ്റ് ചെയ്യുമെന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ ഇന്ന് സെക്കൻഡ് ഡിഗ്രി പരാബോള. സെക്കൻഡ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഗ്രി മീൻസ് എന്താണ്? ഈ എക്സ് സ്ക്വയർ അല്ലേ? ഇതിൽ മറ്റേൽ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? y is equal to a plus bx ആയിരുന്നു. പക്ഷേ പരാബോള വരുമ്പോൾ എന്താണ് ഇവിടെ വരുന്നത്? സെക്കൻഡ് ഡിഗ്രിയാണ്, അതായത് y is equal to a plus bx plus cx square. ഇതാണ് പരാബോളയുടെ ഇക്വേഷൻ യൂസിങ് ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ്. അപ്പോൾ നമ്മൾ ആദ്യം എന്താണ് ചെയ്യുന്നത്? സ്ട്രെയിറ്റ് ലൈനിൽ പഠിച്ചതുപോലെ തന്നെ ആദ്യം ഇക്വേഷൻ എടുത്ത് എഴുതുക. സെക്കൻഡ് ഡിഗ്രി പരാബോളയുടെ ഇക്വേഷൻ എന്താണ്? a പ്ലസ് ബി എക്സ് പ്ലസ് സി എക്സ് സ്ക്വയർ. അപ്പോൾ ഇതിൽ എത്ര അൺനോൺസ് ഉണ്ട്, എത്ര കോൺസ്റ്റൻസ് ഉണ്ട്? a ബി സി അല്ലേ? ഇപ്പോൾ നേരത്തെ എയും ബി കണ്ടുപിടിച്ചാൽ മതിയായിരുന്നു സ്ട്രെയിറ്റ് ലൈനിൽ. ഇവിടെ എന്തൊക്കെ കണ്ടുപിടിക്കണം? എ ബി സി. അപ്പോൾ 3 ഇക്വേഷൻ വേണം. അപ്പോൾ ഇത് ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, ഇത് ഇക്വേഷൻ നമ്പർ 1, അതായത് ഇത് സാധാ. അപ്പോൾ നോർമൽ ഇക്വേഷൻ എത്ര വേണം? സ്ട്രെയിറ്റ് ലൈനിൽ 2 കോൺസ്റ്റൻസേ ഉണ്ടായിരുന്നുകൊണ്ട് 2 ഇക്വേഷൻ മതിയായിരുന്നു നോർമൽ ഇക്വേഷൻസ്. പക്ഷേ ഇവിടെ 3 കോൺസ്റ്റൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? എ ബി സി. അതുകൊണ്ട് നമുക്ക് 3 ഇക്വേഷൻ വേണം. അപ്പോൾ ഈ 3 ഇക്വേഷൻ എങ്ങനെ ചെയ്യാം നോക്കാം. ആദ്യം എന്താണ്? ആദ്യ ഇക്വേഷൻ എങ്ങനെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന? നോർമൽ ഇക്വേഷൻ സിഗ്മ അപ്ലൈ ഓൺ ബോത്ത് സൈഡ് ഓഫ് ഇക്വേഷൻ 1. ഇക്വേഷൻ 1ന്റെ 2 സൈഡും എന്ത് അപ്ലൈ ചെയ്ത്? സിഗ്മ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഫസ്റ്റ് നോർമൽ ഇക്വേഷൻ കിട്ടും. സിഗ്മ y is equal to, നമ്മൾ എ എന്ന ഇവിടെ എയിൽ എക്സ് ഒന്നുമില്ല, അപ്പോൾ എ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ അതിൽ എന്താണ് സിഗ്മ അപ്ലൈ ചെയ്യുമ്പം എൻ എ എന്ന് വരും. കാരണം എൻ എ എന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചു തന്നു. അത് എന്തുകൊണ്ടാണ് എൻ എ വന്നത് അത് നോക്കണം. കഴിഞ്ഞ വീഡിയോയിൽ ഫിറ്റിംഗ് എ സ്ട്രെയിറ്റ് ലൈനിൻ്റെ വീഡിയോയിൽ നോക്കിയാൽ മതി. എൻ എ പ്ലസ് അത് ബി എക്സിൽ സിഗ്മ അപ്ലൈ ചെയ്യുമ്പോൾ ബി കോൺസ്റ്റന്റ് ആയിട്ട് ബി പുറത്തെടുത്ത് ബി സിഗ്മ എക്സ്, കണ്ടോ? ബി സിഗ്മ എക്സ്. അടുത്ത് പ്ലസ് സി സിഗ്മ എക്സ് സ്ക്വയർ അല്ലേ? സി സിഗ്മ എക്സ് സ്ക്വയർ. അപ്പോൾ സിഗ്മ അപ്ലൈ ചെയ്തു. ഇത് ഇക്വേഷൻ നമ്പർ 2. ഇനി നെക്സ്റ്റ് എന്താണ്? അടുത്ത ഇക്വേഷൻ എന്തായിരുന്നു? മറ്റേതുപോലെ തന്നെ സിഗ്മ എക്സ് ഉണ്ട്. എന്ത് ചെയ്യുക? 2 സൈഡും അപ്ലൈ ചെയ്യുക. ഏത്? ഇക്വേഷൻ 2ലാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ സിഗ്മ എക്സ് ഓൺ ബോത്ത് സൈഡ് ഓഫ് ഇക്വേഷൻ 2. അപ്പോൾ സിഗ്മ എക്സ് അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെ കിട്ടും? സിഗ്മ എക്സ് വൈ ഇസ് ഈക്വൽ ടു എൻ എയിലൂടെ സിഗ്മ അപ്ലൈ ചെയ്യുമ്പോൾ എൻ പോവും. പിന്നെ എന്താണ്? എ സിഗ്മ എക്സ് വരും. അടുത്ത് ബി സിഗ്മ എക്സിൽ സിഗ്മ എക്സ് അപ്ലൈ ചെയ്യുമ്പോഴോ സിഗ്മ എക്സ് സ്ക്വയർ വരും. ബി സിഗ്മ എക്സ് സ്ക്വയർ. അടുത്ത് സി സിഗ്മ എക്സ് സ്ക്വയറിലൂടെ സിഗ്മ എക്സ് അപ്ലൈ ചെയ്യുമ്പോൾ സി സിഗ്മ എക്സ് ക്യൂബ്. ഇവിടെ നിങ്ങൾ വിചാരിക്കല് സിഗ്മ എക്സ് കൊണ്ട് അപ്ലൈ ചെയ്തുകൊണ്ട് സിഗ്മ സ്ക്വയർ വരില്ല. സിഗ്മ സ്ക്വയർ ഒരിക്കലും വരില്ല. സിഗ്മ തന്നെ എന്താണ്? സമ്മേഷൻ ആണ്. ഓക്കെ, ഇനി എന്താണ് നെക്സ്റ്റ്? ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇനി അടുത്ത മൂന്നാമത്തെ ഒരു ഇക്വേഷനും കൂടെ വേണ്ടേ? കാരണം 3 കോൺസ്റ്റൻസ് ഉണ്ട്. 3 കോൺസ്റ്റൻസും കണ്ടുപിടിക്കണം. എ ബി സി എന്ന 3 കോൺസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ 3 ഇക്വേഷൻ വേണം. അപ്പോൾ 3 ഇക്വേഷൻ നോർമൽ ഇക്വേഷൻ വേണ്ടതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? രണ്ടാമത് ഇനി സിഗ്മ എക്സ് കൊണ്ട് എന്ത് ചെയ്യും? അപ്പോൾ ആദ്യം സിഗ്മ ഉണ്ട്, പിന്നെ രണ്ടാമത് സിഗ്മ എക്സ് കൊണ്ട് അപ്ലൈ ചെയ്തു. വീണ്ടും എന്താണ്? സിഗ്മ എക്സ് കൊണ്ട് 2 സൈഡും ബോത്ത് സൈഡ് ഓഫ് ദി ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യും? കാരണം ഇവിടെ ഡിഗ്രി എന്താണ്? സെക്കൻഡ് ഡിഗ്രിയാണ്. അപ്പോൾ ആദ്യം ഒരു സിഗ്മ എക്സ് കൊണ്ട് അപ്ലൈ ചെയ്തു. രണ്ടാമതും സിഗ്മ എക്സ് അപ്ലൈ ചെയ്തു. അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടിയത് നമുക്ക്? സിഗ്മ എക്സ് വൈൻ്റെ കൂടെ സിഗ്മ എക്സ് അപ്ലൈ ചെയ്യുമ്പോൾ സിഗ്മ എക്സ് സ്ക്വയർ വൈ ആവും. അടുത്ത് നെക്സ്റ്റ് എ സിഗ്മ എക്സിൻ്റെ കൂടെ നമ്മൾ സിഗ്മ എക്സ് അപ്ലൈ ചെയ്യുമ്പോഴോ എ സിഗ്മ എക്സ് സ്ക്വയർ ആവും. അടുത്ത് ബി സിഗ്മ എക്സ് സ്ക്വയറിൻ്റെ കൂടെ സിഗ്മ എക്സ് അപ്ലൈ ചെയ്യുമ്പോൾ ബി സിഗ്മ എക്സ് ക്യൂബ് പ്ലസ് സി സിഗ്മ എക്സ് റേസ് ടു 4 അല്ലേ? ഈ സിഗ്മ എക്സ് ക്യൂബിൻ്റെ കൂടെ ഒരു സിഗ്മ എക്സ് അപ്ലൈ ചെയ്യുമ്പോൾ എക്സ് റേസ് ടു 4 ആവൂലേ? അപ്പോൾ സി സിഗ്മ എക്സ് റേസ് ടു 4 ആവും. ഇത് ഇക്വേഷൻ നമ്പർ 4. എന്നിട്ട് എന്ത് ചെയ്യും? ഈ 3 ഇക്വേഷനിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യും? ഈ സിഗ്മ വൈയും സിഗ്മ എക്സിൻ്റെയും സിഗ്മ എക്സ് വൈയുടെയും സിഗ്മ എക്സ് സ്ക്വയറിൻ്റെയും എക്സ് ക്യൂബിൻ്റെയും എക്സ് സ്ക്വയർ വൈൻ്റെയും എക്സ് റേസ് ടു 4ൻ്റെയൊക്കെ വാല്യൂസ് കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിൽ നിന്നും എ ബി സി നമ്മൾ എന്ത് ചെയ്യും? കണ്ടുപിടിക്കും. ഈ 3 ഇക്വേഷനിൽ നിന്നും 3 അൺനോൺസ് ആയിട്ടുള്ള എ ബി സി കണ്ടുപിടിക്കും. അപ്പോൾ ഇതെന്താണ്? ഇത് കോൺസ്റ്റൻസ് ആണ്. ഈ കോൺസ്റ്റൻസിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ ഏതിൽ ഇട്ട് കൊടുക്കും? ഇക്വേഷൻ 1, അതായത് പാരാബോളയുടെ ഇക്വേഷനായ ഇക്വേഷൻ 1ൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സും വൈയും തമ്മിലുള്ള ഇക്വേഷൻ്റെ റിലേഷൻ കിട്ടും. അത് y is equal to a plus bx plus cx square എന്ന ഇക്വേഷൻ്റെ റിലേഷൻ എന്താണ്? എങ്ങനെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്, റിലേറ്റഡ് ആയിട്ട് കിടക്കുന്നത് എങ്ങനെയാണെന്നുള്ള റിലേഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനൊരു എക്സാമ്പിൾ വെച്ച് പഠിക്കാം. Find the parabola of the form y is equal to a plus bx plus cx square using the following data.
ഫോളോയിങ് ഡേറ്റ എത്ര ഡേറ്റ ഉണ്ട്, എക്സിൻ്റെ വൈൻ്റെ പെയർ എത്ര എണ്ണം ഉണ്ട്, 1 2 3 4 5. ഇവിടെ 1 തൊട്ട് 5 വരെ, അതായത് ഇപ്പോൾ 0 തൊട്ട് തുടങ്ങുന്നതെങ്കിൽ 0 തൊട്ട് 5 വരെ ആണെങ്കിൽ എത്ര ഡേറ്റ കാണുമായിരുന്നു, 0 1 2 3 4 5 എത്ര ഡേറ്റ കാണുമായിരുന്നു, 6 ഡേറ്റ. ഇവിടെ എത്ര ഉണ്ട്, 1 തൊട്ട് തുടങ്ങുന്നുണ്ട്, എന്താണ് 1 2 3 4 5 ഡേറ്റ തന്നെ ഉള്ളൂ അല്ലേ. അപ്പോൾ നേരത്തെ ഒരാൾ സംശയം ചോദിച്ചുകൊണ്ടാണ് പറഞ്ഞത് 0 തൊട്ട് തുടങ്ങി എത്ര ഡേറ്റ ആയിരിക്കും, 6 ആയിരിക്കും. 1 2 3 4 5 എന്നാൽ ഇവിടെ എത്ര, 1 2, ഓരോ പേരും എത്ര ഉണ്ട്, 5 എണ്ണല്ലേ ഉള്ളൂ. ഇനി എന്താണ്, നമ്മൾ പരാബോളയുടെ ഇക്വേഷൻ എഴുതി, നോർമൽ ഇക്വേഷൻസ് നമ്മൾ എഴുതി. ഓക്കെ, നോർമൽ ഇക്വേഷൻസ് ഒക്കെ എഴുതി. ഇവിടെ എന്നിൻ്റെ വാല്യൂ എത്രയാണ്, എന്നിൻ്റെ വാല്യൂ എന്താണ് 5, എന്നിൻ്റെ വാല്യൂ വന്നിട്ട് 5 ആണ്. ഓക്കെ, 5 കൊടുത്തു. ബാക്കി സിഗ്മ എക്സിൻ്റെയും സിഗ്മ വൈയുടെയും സിഗ്മ എക്സ് സ്ക്വയറിൻ്റെയൊക്കെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും, അത് നമ്മൾ ടേബിൾ വരയ്ക്കണം. ടേബിൾ വരച്ചതെന്ന് ഇങ്ങനെ വരച്ചിട്ട് സിഗ്മ എക്സ് എഴുതണം. എക്സിൻ്റെ വാല്യൂ സിഗ്മ എക്സ് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ എല്ലാം കൂടി വാല്യൂസ് കൂട്ടിയതാണ് സിഗ്മ എക്സ്. വൈൻ്റെ വാല്യൂസ് എഴുതിയിട്ട് വൈൻ്റെ സിഗ്മ വൈ എന്ന് പറഞ്ഞാൽ എല്ലാ വാല്യൂസിനും കൂട്ടിയിട്ടാണ് സിഗ്മ വൈ. അടുത്ത എക്സ് വൈ എന്ന് പറഞ്ഞാൽ രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതും. എന്നിട്ട് അതിൻ്റെ സമ്മേഷൻ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് സിഗ്മ എക്സ് വൈ കിട്ടും. അടുത്ത എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സിൻ്റെ സ്ക്വയർ, അത് ഇവിടെ എഴുതും. എന്നിട്ട് എന്ത് ചെയ്യും, അതെല്ലാം കൂടി കൂട്ടി കിട്ടുന്നതാണ് സിഗ്മ എക്സ് സ്ക്വയർ. നെക്സ്റ്റ് എന്താണ്, എക്സ് സ്ക്വയർ വൈ എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ്, ഈ എക്സ് സ്ക്വയറും വൈയും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതും. തെറ്റിപ്പോകരുത് ടേബിൾ എഴുതുമ്പോൾ. അപ്പോൾ എക്സ് സ്ക്വയറും വൈയും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുന്നതാണ് ഇതെന്ന് പറയുന്നത്. അതിൻ്റെ സമ്മേഷൻ എന്ന് പറഞ്ഞാൽ സിഗ്മ എക്സ് സ്ക്വയർ വൈ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടി കൂട്ടി കിട്ടുന്നതാണ് ഇത്. അടുത്ത എക്സ് ക്യൂബ് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ ക്യൂബ് എടുക്കുക, അതിൻ്റെ എല്ലാം കൂടി സമ്മേഷനാണ് സിഗ്മ എക്സ് ക്യൂബ്. അടുത്ത എക്സ് റൈസ് ടു 4 എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സിൻ്റെ എന്താണ് എക്സ് റൈസ് ടു 4 കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ സമ്മേഷനാണ് സിഗ്മ എക്സ് റൈസ് ടു 4. ഇതെല്ലാം എഴുതിയതിന് ശേഷം ഈ വാല്യൂസ് ഒക്കെ നമ്മൾ ഏത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, ഇക്വേഷൻ 2, ഇക്വേഷൻ 3, ഇക്വേഷൻ 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇവിടെ എൻ എ എന്നാൽ 5 ആയിരുന്നു അല്ലേ, എന്നിൻ്റെ വാല്യൂ 5, ബാക്കിയെല്ലാം സിഗ്മ എക്സ് സിഗ്മ വൈ എല്ലാം അപ്ലൈ ചെയ്ത് കിട്ടുന്നത് ഇങ്ങനെ. ഇതിൽ നമുക്ക് നോക്കി ഈ ഇക്വേഷനിൽ നമുക്ക് എന്താണ്, ഇതിന് നമുക്ക് 3 അൺനോൺസ് ആണുള്ളത്, എ ബി സി. നമ്മളിവിടെ ഗോസ് എലിമിനേഷൻ മെത്തേഡ് നിങ്ങൾ പഠിച്ചത് ഓർമ്മയുണ്ടല്ലോ. ഗോസ് എലിമിനേഷൻ മെത്തേഡിൽ എന്തായിരുന്നു, 3 ഇക്വേഷനും 3 അൺനോൺസും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അങ്ങനെയുള്ള ഇക്വേഷനെ സോൾവ് ചെയ്യാനാണ് നമ്മൾ ഗോസ് എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്തത്. അതിനെ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആക്കി മാറ്റിയതിന് ശേഷം കണ്ടുപിടിക്കാം. അല്ലാതെ നമുക്ക് കണ്ടുപിടിക്കാൻ ഭയങ്കര ഡിഫിക്കൽട്ടിയാണ്. 3 ഇക്വേഷൻ 3 അൺനോൺ ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്ത് റെഡ്യൂസ് ചെയ്ത് എല്ലാം. അതിന് പകരം നമ്മൾ ഗോസ് എലിമിനേഷൻ മെത്തേഡ് വെച്ചും കണ്ടുപിടിക്കാം. അല്ലാതെ തന്നെ നമ്മൾ സയൻറ്റിഫിക് കാൽക്കുലേറ്ററിൽ ഷിഫ്റ്റ് മോഡ് അടിച്ചിട്ട് നമ്മൾ ഇക്വേഷനിൽ ഇടുക, എന്നിട്ട് ഇക്വേഷൻ്റെ വാല്യൂസ് എടുത്തു കൊടുത്തും കണ്ടുപിടിക്കാം. അത് ഞാൻ ഒരു വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾ നോക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ സോൾവ് ചെയ്ത് കിട്ടുന്ന വാല്യൂസാണ് എയുടെയും ബിയുടെയും സിയുടെ വാല്യൂസാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്ന് ഗോസ് എലിമിനേഷൻ മെത്തേഡ് വെച്ച് ചെയ്യാം, കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്യാം. കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ എന്താണ്, എ ബി സിയുടെ വാല്യൂ കിട്ടി. ഈ വാല്യൂസിനെ നമ്മൾ എവിടെ കൊണ്ടിടും, ഇക്വേഷൻ 1 ഇടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, റിക്വയർഡ് പരാബോള കിട്ടും അല്ലേ. ഇക്വേഷൻ 1 എന്നാൽ പരാബോള ഇക്വേഷൻ a + bx + c². അതിൽ എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ കിട്ടുമ്പോൾ എ ബൈയും എക്സും തമ്മിലുള്ള റിലേഷൻ കിട്ടും. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്, എന്താണ് ഫിറ്റിംഗ് എ പരാബോള യൂസിങ് ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ്.